ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 45-ഉം 46-ഉം വാക്യങ്ങൾ. മത്തായി 13-ന്റെ 45-46 വാക്യങ്ങൾ. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള മറ്റൊരു മനോഹരമായ ഉപമ കർത്താവ് ഈ അധ്യായത്തിൽ പറയുകയാണ്. വിലയേറിയ മുത്ത്. ഈ ഒരു ഉപമയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഉപമകളിലെയും ഒരു പൊതുവിഷയമായി ഇതിനെ നമുക്ക് മനസ്സിലാക്കാം. താൻ വിലമതിക്കുന്ന ഒന്ന് വാങ്ങാനായി തനിക്കുള്ളതെല്ലാം ഒരാൾ വിൽക്കുന്നു. തൻ്റെ ആശ്രയമായ കിടപ്പാടം വിൽക്കുന്നു. താൻ കൂടുതൽ സ്നേഹിച്ച മറ്റ് ചില വസ്തുവകകളെയും ഒക്കെ വിൽക്കുന്നു. തനിക്കുള്ളതൊക്കെയും എന്ന് പറഞ്ഞാൽ എല്ലാം വിൽക്കുന്നു എന്നാണ്. ഒരു മുത്ത് വാങ്ങുന്നതിന് വേണ്ടി തനിക്ക് ഈ ഭൂമിയിലുള്ളതെല്ലാം വിറ്റ് കളയുന്ന മനുഷ്യൻ ഒരു മൂഢനായ മനുഷ്യൻ എന്ന് വേണമെങ്കിൽ ചിത്രീകരിക്കാം. എങ്കിലും ഈ വിലയേറിയ മുത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കിയ ആൾ അതിൽ കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവാം. നിധിയിൽ നിന്നും നല്ല മുത്ത് അന്വേഷിക്കുന്നവൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമുള്ളത്, മുത്ത് അന്വേഷിക്കുന്നവൻ വ്യാപാരിയാണ് എന്നുള്ളതാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കുന്നവനാണ് മുത്ത് തിരയുന്നത്. വളരെ വിലയേറിയ ഒരു മുത്ത് ഈ വ്യാപാരി കണ്ടു. ഇതിനു വേണ്ടി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങി. മുത്ത് ആഭരണത്തിന് വേണ്ടിയാണ്. ജീവനുള്ള ഒന്നിൽ നിന്നും ലഭിക്കുന്ന ഏക മുത്ത് ഇതാണ്. ഇതിൻ്റെ രൂപീകരണം വിജ്ഞാനദായകവും ഉപദേശപരവുമാണ്. ഒരു ചെറിയ മണൽത്തരി മുത്തുച്ചിപ്പിയുടെ ഉള്ളിൽ കടന്നുകൂടുമ്പോൾ ആ ജീവിയുടെ മാംസത്തിൽ പ്രത്യേകതരം ഒരു രൂപപരിണാമം നടക്കുന്ന, അല്ലെങ്കിൽ ഒരു രോഗം ബാധിക്കുകയാണ്. നാക്കർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ദ്രാവകം അവിടെ നിന്നും പുറപ്പെടുന്നു. ഈ ദ്രാവകം മണൽത്തരിയെ ചുറ്റാൻ ഇങ്ങനെ തുടങ്ങും. ഈ തരി വലിപ്പപ്പെടുന്തോറും ഈ ഒരു അസുഖം, അതായത് ഒരു വക ചൊറിച്ചിൽ പോലെയുള്ള ഒരു പ്രശ്നം, അത് വർദ്ധിച്ചു വരും. കൂടുതൽ നാക്കർ വരികയും പുതിയ പാളി ഉണ്ടാകുകയും ചെയ്യും. ഈ ചിപ്പിയുടെ ഉള്ളിൽ ഇപ്രകാരം വേദന ഉണ്ടാക്കുന്ന ഈ തരി ക്രമേണ ചുറ്റി വലിയതാകുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, പാപം പെരുകിയിടത്ത് കൃപ വർദ്ധിച്ചു. യോഹന്നാൻ 19-ാം അധ്യായത്തിൽ ഈ മുത്തിനെ സമുദ്രത്തിന്റെ അഗാധത്തിൽ നിന്നും കണ്ടെടുക്കുന്നു. ഇതിന്റെ രൂപീകരണത്തിന് കാരണമായ ചിപ്പിയുടെ ജീവഹാനി വരുത്തിയിട്ടാണ് ഇത് ഈ അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പൊ അതിനുള്ളിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സ് കാലാന്തരത്തിൽ വിലയേറിയ ഒരു മുത്തായി മാറും. ഇതുപോലെ വിലയേറിയ മുത്ത് ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയാണ്. ഒരു മുത്ത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സഭ അഖണ്ഡതയുള്ളതാണ്. നിധി ഒളിച്ചിരിക്കുമ്പോൾ മുത്ത് കണ്ടെടുക്കപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തിരുസഭ ഈ മുത്തിനോട് സദൃശ്യമാണ്. അതിൻ്റെ ഭാഗമാകാൻ
നമ്മുടെ ആയുസ്സിൽ കർത്താവ് നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ വിശേഷതയുള്ളവരാണ്, വിലയുള്ളവരാണ്. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ പ്രഭാതം ഞങ്ങൾക്ക് സാധ്യതയായി നൽകിയല്ലോ. ഇന്ന് പകലിൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളെല്ലാം അവിടുന്ന് അറിയുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ യാത്രകൾ, ജോലിവേലകൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഉത്തരവാദിത്ത നിർവഹണ മേഖലകൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൈവിടാതെ കരുതണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് കർത്താവെ അത് ആസ്വദിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ കൃപയും അളവറ്റ സ്നേഹവും നമ്മോട് നമ്മുടെ ആവശ്യങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.